നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വേൾഡ് കപ്പിൽ എല്ലാവരും ഭയക്കണമെന്ന് പറയുന്ന ഒരു ടീമുണ്ട്. പല ഫുട്ബോൾ നിരീക്ഷകരും അങ്ങനെ പറയുന്നു, പല കോച്ചുമാർ പോലും അങ്ങനെ പറയുന്നു. ആ ടീം ഏതാണ്? അത് ഫ്രാൻസാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഫ്രാൻസിന് 2 ടീം ഇറക്കാനുള്ള കളിക്കാരുണ്ടെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണ്. എന്തുകൊണ്ട് ഫ്രാൻസിനെ എതിരാളികളൊക്കെ ഭയക്കണം? അതിന് മാത്രം ഈ പറയുന്ന പോലെ അതിശക്തമാണോ ഫ്രാൻസ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഏതായാലും നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസ് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചായി. സുഹൃത്തുക്കളുടെ നല്ല പിന്തുണ ഇതിന് ലഭിക്കുന്നുണ്ട്, സന്തോഷം. നമ്മുടെ റാഫ് ടോക്ക് ചാനലിലാണെങ്കിലും നിങ്ങൾ നല്ല രൂപത്തിൽ പിന്തുണ നൽകുന്നു. നമുക്ക് വേൾഡ് കപ്പിനൊരു ഓളം അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് എത്തിക്കണം. വേൾഡ് കപ്പ് ഈസ് ഹിയർ, റാഫ് ടോക്ക് ഈസ് റെഡി ടു ലീഡ്, റാഫ് ടോക്ക് റെഡി ടു ലീഡ് കേരള ഫുട്ബോൾ ഫാൻസ് എന്നുള്ളതാണ് നമ്മുടെ സ്ലോഗൻ. അപ്പോൾ നിങ്ങൾക്കും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടാവുന്നതാണ്. ഇപ്പോൾ പല സുഹൃത്തുക്കളും കമ്മ്യൂണിറ്റി ടാബിലൊക്കെ നല്ല രൂപത്തിൽ പോസ്റ്റ് ഇട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പല സുഹൃത്തുക്കളുടെയും സ്ഥിരമായിട്ടുള്ള പോസ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. കളിയുമായി ബന്ധപ്പെട്ട് നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണത്. നിങ്ങൾക്ക് കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മഹാദേവ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, അദ്ദേഹം സ്ഥിരമായിട്ട് സ്കോഡുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അർജൻറ്റീനയുടെ സ്കോഡ് വന്നപ്പോൾ അദ്ദേഹം അത് അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം നെതർലൻഡ്സിൻ്റെ സ്കോഡ് അപ്ഡേറ്റ് ചെയ്തിരുന്നു, മൊറോക്കോയുടെ സ്കോഡ് അപ്ഡേറ്റ് ചെയ്തിരുന്നു, കൊളംബിയയുടെ സ്കോഡ് അപ്ഡേറ്റ് ചെയ്തിരുന്നു, ബെൽജിയത്തിൻ്റെ സ്കോഡ് അപ്ഡേറ്റ് ചെയ്തിരുന്നു, സെനഗലിൻ്റെ സ്കോഡ്, നോർവേയുടെ സ്കോഡ്. അപ്പോൾ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതിൽ സംഭാവന ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മൾ നന്ദി പറയുക. നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് ആവേശം അതിൻ്റെ പാരമ്യതയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ വേൾഡ് കപ്പിൽ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല കിരീട സാധ്യത പലരും കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്കോഡ് എങ്ങനെയാണ്? ഇപ്പോൾ കോച്ച് ദിദിയ ദശാം ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പറയുന്നത് പലരും ഇപ്പോഴേ ഫ്രാൻസിന് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ജൂലൈ 19 നടക്കുന്ന ഫൈനൽ ഡേയിൽ ഞങ്ങൾ ഉണ്ടാവുമെന്ന് പലരും പറയുന്നുണ്ട്, അങ്ങനെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഞാൻ അതിഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മളിപ്പോഴേ കരുതി പോവുകയല്ല വേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എതിരാളികളും മികച്ച ടീമുകളാണ്, അത് നമ്മൾ ഉൾക്കൊള്ളണം. അതനുസരിച്ച് മുന്നോട്ട് പോവുകയും വേണം. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കോച്ചസ് പലരും പറയുന്നു ഫ്രാൻസിന് 2 ടീം ഇറക്കാനുള്ള താരങ്ങളുണ്ടെന്ന്. ഞാൻ സമ്മതിക്കുന്നു, ഞങ്ങൾ ഫേവറിറ്റ്സ് ആണ്. പക്ഷേ ഞങ്ങൾ മറ്റൊരു ടീമിനേക്കാളും സുപ്പീരിയർ ആണെന്ന് ഞാൻ പറയില്ല. 7-8 ടീമുകളെങ്കിലും ഈ വേൾഡ് കപ്പ് കിരീടം മോഹിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കണം. അംബീഷൻ എന്നുള്ളത് വളരെ എസെൻഷ്യലാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഹ്യൂമിലിറ്റി എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു വിനയം, കാര്യങ്ങളും ഒക്കെ ഒരു താഴ്മ, അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് എതിരാളികളെ ബഹുമാനിച്ചുകൊണ്ട് കളിക്കാൻ ഇറങ്ങണം. ഞാൻ ഒരിക്കലും ഇറാഖിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. സെനഗലും നോർവേയും മികച്ച ടീമുകളുമാണ്. അപ്പോൾ എളുപ്പമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറയാനുള്ള കാരണം നമുക്കറിയാം, ഫ്രാൻസിനെ സെനഗൽ ആദ്യ മത്സരം ഫ്രാൻസിൻ്റെ ആദ്യ മത്സരം സെനഗലിനെതിരെയാണ്. ജൂൺ 17 പുലർച്ചെ 12:30 നടക്കുന്ന കളി. സെനഗൽ എങ്ങാനും അട്ടിമറിച്ചാൽ ഈ പറയുന്ന പോലെ ഒന്നാവില്ല, പണിവാളും. പിന്നെ ഇറാഖിനൊരു പക്ഷേ അവർ അനായാസം മറികടന്നേക്കും. നോർവേയും കനത്ത വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന ടീമാണ് എന്ന കാര്യം ഓർക്കണം. ഇറാഖിനെതിരെയുള്ള കളി ജൂൺ 23 പുലർച്ചെ 2:30, നോർവേക്കെതിരെ ജൂൺ 27 പുലർച്ചെ 12:30 കളിയുള്ളത്. സോ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല ആദ്യ കളി എങ്ങാനും കൈവിട്ടു പോയാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കോച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇങ്ങനെ വലിയ ഹൈപ്പോടെ ഈ വേൾഡ് കപ്പ് തൂക്കും, അതാണ് ഇപ്പോഴത്തെ വാക്ക്, തൂക്കും എന്ന് പറഞ്ഞു വന്നിട്ട് വീണുപോയ ടീമുകളുണ്ട്. എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്ന ടീം 2002 അർജൻറ്റീനയാണ്. എന്തായിരുന്നു ആ ടീം? ക്രസ്പോയും ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയും ഒക്കെ ചേർന്ന മുന്നേറ്റ നിരയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ടീം ഗ്രൂപ്പ് സ്റ്റേജിൽ അങ്ങ് വീണുപോയി. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതാണ്, ഈ മുൻധാരണയാണ് വേണ്ടത്. പോരാട്ടങ്ങൾ ഏറെ കണ്ട ദിദിയ ദശാമിനെ നന്നായിട്ടറിയാം. ഇത് അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ് കൂടിയാണ്. അതായത് കോച്ച് എന്ന നിലയിൽ, ഫ്രാൻസിൻ്റെ കോച്ച് എന്ന നിലയിലുള്ള അവസാന വേൾഡ് കപ്പാണ്. അദ്ദേഹം
അത് കഴിഞ്ഞാൽ അവിടം പരിശീലക സ്ഥാനത്ത് നിന്ന് മാറുകയാണ് എന്ന് അദ്ദേഹം ഓൾറെഡി വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്വാഡിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ക്വാഡ് നമ്മൾ നോക്കുന്നു, കോച്ചിൻ്റെ അഭിപ്രായങ്ങൾ നോക്കുന്നു, ഫൈനൽ നമുക്ക് സ്ക്വാഡ് എന്തുകൊണ്ട് മറ്റുള്ളവർ ഭയക്കണം എന്ന് പറയുന്നു. ഇക്കാര്യം നോക്കാം. തീർച്ചയായിട്ടും കമവിംഗ ഫ്രാൻസിൻ്റെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ റണ്ണറപ്പായിട്ടുള്ള സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം സ്ക്വാഡിലില്ല. പരിക്കിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കോച്ച് പറഞ്ഞത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സീസണാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കുറച്ച് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ, അതോടൊപ്പം ഇഞ്ചുറീസും ഉണ്ട്. സോ തീർച്ചയായിട്ടും ടീമിലേക്ക് എന്തായാലും എത്തേണ്ടിയിരുന്ന ഒരു കളിക്കാരനാണ്. സ്റ്റിൽ യങ് പ്ലെയർ ആയതുകൊണ്ട് ഭാവിയിൽ അദ്ദേഹത്തിന് ഇനിയും അവസരം ലഭിക്കും എന്നാണ് കമവിംഗയെ ഒഴിവാക്കിയതിനെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഷെവലിയറുടെ കാര്യം. എന്തുകൊണ്ട് ഷെവലിയർ ഇല്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടല്ലോ. നമുക്കറിയാം ഷെവലിയർ ഇപ്പം സഫോനോവിന് PSG വഴിമാറി കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. മെയിൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സ്ക്വാഡിലേക്ക് എടുക്കേണ്ടതിന് മെയിൻ ക്രൈറ്റീരിയ ഒരു പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ ലൂക്കാസ് ഷെവലിയർ ഒരു പക്ഷേ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കാം. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അത്രയധികം മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്ലേയിങ് ടൈമും ഒക്കെ നമ്മൾ നോക്കണം. അതുകൊണ്ട് തന്നെയാണ് സ്ക്വാഡിലേക്ക് എടുക്കാതിരുന്നത് എന്ന് കോച്ച് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഗോൾ കീപ്പർ റോബിൻ റിസറെ സ്ക്വാഡിലേക്ക് എടുക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ബ്രേക്ക് ത്രൂ സീസണാണിത്. അതിനുള്ളൊരു റിവാർഡായിട്ട് കോച്ച് കൊടുക്കുന്നു. സോ ലെൻസിന് വേണ്ടി കളിക്കുന്ന താരമാണ്. അപ്പം ഗോൾ കീപ്പിങ്ങിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഗോൾ കീപ്പർമാരായിട്ട് മൈക്ക് മൈഗ്നനും ബ്രൈസ് സംബയുമുണ്ട്. ഒപ്പം ഇപ്പോൾ ലെൻസിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഈ താരത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം, റോബിൻ റിസറെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഫ്രാൻസിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മൈക്ക് മൈഗ്നൻ മിക്കവാറും അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്കറിയാലോ, മൈക്ക് മൈഗ്നനും ബ്രൈസ് സംബയും റോബിൻ റിസറുമാണ് ഗോൾ കീപ്പിങ്ങിലുള്ളത്. വളരെ വളരെ സോളിഡായിട്ടുള്ള ഒരു സെലക്ഷനാണ് കോച്ച് അവിടെ നടത്തിയിട്ടുള്ളത്. പിന്നെ സെനഗലും ഇറാഖും നോർവേയും പോലുള്ള ടീമുകളാണ് അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിലുള്ളത്. അപ്പോൾ ഈ ടീമുകളൊക്കെ തുടക്കത്തിലെ മുക്കി മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും കോച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് പറ്റിയ രൂപത്തിലുള്ള മുന്നേറ്റ നിര അവർക്കുണ്ട്. ഒരു പക്ഷേ ഫ്രാൻസിൻ്റെ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുന്നേറ്റ നിരയാണെന്ന് പറയേണ്ടി വരും. കിലിയൻ എംബാപ്പെ, വാവ്. പിന്നെ ആരാ? ബാലൻഡിയോർ വിന്നർ ഒസ്മാൻ ഡെംബലെ, വളർന്നു വരുന്ന താരം ഡിസിയ ഡൂ, പിന്നെ മൈക്കൽ ഒലീസെ, ഈ സീസൺ കൊണ്ടുപോയ താരം മൈക്കൽ ഒലീസെ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ റയാൻ ഷെർക്കി, അതുപോലെ തന്നെ മാഗ്നസ് അക്കലോച്ച്. ഇതൊരു സൂപ്പർ മുന്നേറ്റ നിരയാണ്. ഏത് ടീമും ഫ്രാൻസിനെ ഭയക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ഈ നിര കണ്ടിട്ട് തന്നെയാണ്. 2 ടീം ഇറക്കാനുള്ള മുന്നേറ്റ നിരയിലെ ഉണ്ടെന്നേ, അവിടെയാണ് കാര്യം. അപ്പോൾ ദശാം അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം കൂടി പറയണം. എനിക്ക് അംബീഷനുണ്ട്, അതുപോലെ തന്നെ താരങ്ങൾക്കും അതുണ്ടാവണം. ഈ ടീം മികച്ചതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും നമ്മുടെ ഹ്യൂമിലിറ്റി നഷ്ടപ്പെടുത്തരുത്. സോ നമ്മൾ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് നേടാൻ, വേൾഡ് ചാമ്പ്യൻ ആവാൻ പൊട്ടൻഷ്യലുള്ളൊരു ടീമാണ്. അതനുസരിച്ച് നമ്മൾ കളിക്കേണ്ടതുണ്ട് എന്നുകൂടി കോച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ടീമിലേക്ക് എടുത്ത ഒരാൾ ക്രിസ്റ്റൽ പാലസിൻ്റെ ഫോർവേഡ് ജീൻ ഫിലിപ്പെ മാറ്റിറ്റയാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ രണ്ടാൽ കൊലോമുവാനി കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്വാഡിൽ കളിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ ഇത്തവണ അദ്ദേഹമില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? രണ്ടാൽ കൊലോമുവാനി അവസാന നിമിഷം അർജൻറ്റീനയുടെ വലയിലേക്കൊരു ഷോട്ട് തീർത്തതും എമിലിയാനോ മാർട്ടിനസ് അത് തടഞ്ഞിട്ടതും, അതെങ്ങാനും ഗോളായിരുന്നെങ്കിൽ കഥ മാറിയേനെ. അത് ഗോളായില്ല. രണ്ടാൽ കൊലോമുവാനിയുടെ ലൈഫും അവിടെ നിന്ന് അങ്ങോട്ട് സെയിം ആയിരുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ കൊലോമുവാനി ഈ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിലില്ല. പകരം ജീൻ ഫിലിപ്പെ മാറ്റേറ്റയ്ക്ക് അദ്ദേഹം അവസരം കൊടുത്തു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ ലെൻസിൻ്റെ വിങ്ങർ ഫ്ലോറിയൻ തൗവിൻ, അദ്ദേഹം സ്ക്വാഡിലില്ല എന്നുള്ളത് അദ്ദേഹത്തിനൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും ലീഗ് 1 പ്ലെയർ ഓഫ് ദി സീസണിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടൊരു താരത്തെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ സ്ക്വാഡിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കൂടി കാണിക്കുന്നതാണ്. ഏതായാലും ഈ സ്ക്വാഡ് വളരെ മികച്ചതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഡിഡിയർ ദശാമിന് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂർണമെൻറ്റ് കൂടിയാണ്. അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പോകുന്നു.
കിരീട നേട്ടത്തോടു കൂടി സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. 2018 കിരീടം ചൂടി, 2022 ഫൈനലിലെത്തി. ഇവിടെ കിരീടം ചൂടിക്കൊണ്ട് മടങ്ങാനാവുമോ? അദ്ദേഹം മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളത് സിനദിൻ സിദാനാണ്. സിദാൻ ഫ്രാൻസിൻ്റെ കോച്ചാവും. അപ്പോൾ നല്ല രൂപത്തിലുള്ളൊരു കൈമാറ്റം ലോക ചാമ്പ്യന്മാരാക്കിക്കൊണ്ട് തൻ്റെ മുൻ ടീമിനെ കൈമാറുക എന്നുള്ളതാണ് ദശാം ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സ്ക്വാഡ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മൈക്ക് മൈനനും ബ്രൈസ് സംബയും റോബിൻ റിസർ. ഇനി ഡിഫൻസ് നോക്കുക, ലൂക്കാസ് ഡിഗ്നെ, മാലോ ഗസ്റ്റോ, ലൂക്കാസ് ഹെർണാണ്ടസ്, തിയോ ഹെർണാണ്ടസ്, ഇബ്രാഹിമ കൊനാറ്റെ, യൂൾസ് കുണ്ടെ, അതുപോലെ മാക്സിൻസ് ലെക്രോയിസ്, പിന്നെ വില്യം സാലിബ, ഡയോട്ട് ഉപ്പമെക്കാനോ. സോ മികച്ച രൂപത്തിൽ ഡിഫൻസിന് ഒരുക്കാൻ ഈ ഫ്രാൻസിൻ്റെ സ്ക്വാഡിലുണ്ട്. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. മധ്യനിരയും മികച്ചതാണ്. എൻഗോളോ കാണ്ടയെ വീണ്ടും സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസത്തിലെ കോളപ്പ് മുതൽ അതിനുള്ള സാധ്യത നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം തുടർന്നു. പിന്നെ മാനു കോനെ, അഡ്രിയാൻ റാബിയോട്ട്, ഓർലിൻ ഷൂമനി, വാറൻ സേറബറി. യെസ്, അതാണ് മധ്യനിര. എന്നാൽ ശരിക്കും വെടിച്ചിൽ മുന്നേറ്റ നിരയുണ്ട്. മാഗ്നസ് അക്കിലൂച്ചും, ബ്രാഡ്ലി ബർക്കോളയും, റയാൻ ചെർക്കിയും, ഓസ്മാൻ ഡംബലിയും, ഡെസേ ഡൂവും, ജീൻ ഫിലിപ്പെ മാറ്റോറ്റയും, കിലിയൻ എംബാപ്പയും, മൈക്കിൾ ഒലീസയും, മാർക്ക് തുറാമുമുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം ഹ്യൂഗോ എക്കിറ്റിക്കെ പരിക്ക് പറ്റിയത് കൊണ്ട് മാത്രം ഈ ഒരു വേൾഡ് കപ്പിൽ ഇല്ലാതെ പോയതാണ്. അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താവും എന്നുള്ളതൊക്കെ നോക്കിയാൽ മതി. സോ ഈ ടീമിനെ ഭയന്നേ പറ്റൂ. ഈ വേൾഡ് കപ്പിൽ കിരീടം ചൂടാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ടീമെന്ന് ഉറപ്പിച്ച് പറയാം അത് ഫ്രാൻസാണ്. പിന്നെ കിരീടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്നതല്ല. എത്ര മികച്ച ടീമും കൊണ്ടുവന്നാലും ചിലപ്പോൾ ഒന്നും ആവാതെ എവിടെയെങ്കിലുമൊക്കെ തട്ടി വീഴാം. 2006 ബ്രസീലിയൻ ടീമിനെ ഓർത്ത് നോക്കുക, 2002 അർജൻറ്റീന ടീമിനെ ഓർത്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ടീം മോശമാണെന്ന് അർത്ഥമില്ല. എല്ലാവരും ഭയക്കേണ്ട ഒരു ടീമാണ് ഫ്രാൻസ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഈ ചാനലിൽ ഇങ്ങനെയുള്ള വിശകലനങ്ങളുമായിട്ട് വീണ്ടും കാണാം.